ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിപ്പിൾസ് വേൾഡ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ 3 റെസിപ്പീസ് ആണ്. ആദ്യമായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് 2 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ച ബീട്രൂട്ട് ചേർക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും അല്പം ഉപ്പും ചേർത്ത് ഇളക്കി വേവിക്കുക. ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരവിയതും, 1 പച്ചമുളകും, 1 ചെറിയ കഷ്ണം ഇഞ്ചിയും, 4 കറിവേപ്പിലയും അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. ഈ അരച്ച കൂട്ട് വേവിച്ച ബീട്രൂട്ടിലേക്ക് ചേർത്ത് ഇളക്കുക. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ അല്പം കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും കാച്ചിയെടുക്കുക. പച്ചടിയിലേക്ക് ചേർക്കുക. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുക. അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. ഒരു കുക്കറിലേക്ക് ചേന കട്ട് ചെയ്തതും പച്ചക്കായ കട്ട് ചെയ്തതും ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അടുത്തതായി കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കുക. കൂട്ടുകറിക്ക് വേണ്ടി തേങ്ങ വറുത്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർക്കുക. ഒരു തേങ്ങയുടെ 1/4 ഭാഗം ചിരവിയത് ചേർക്കുക. എന്നിട്ട് ഇളക്കുക. ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായി ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുക്കുക. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കറിവേപ്പിലയും അല്പം വെള്ളവും ചേർത്ത് ഗ്രൈൻഡ് ചെയ്യുക. ഇത് വേവിച്ചു വെച്ച കടലയാണ്. കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അതിലേക്ക് കടല ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് വറുത്ത തേങ്ങയും ചേർത്ത് ഇളക്കുക. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് റെസിപ്പി ചക്ക വറവാണ്. അതിനു വേണ്ടത് ഒരു ബാമ്പു ചക്കയുടെ പകുതി കട്ട് ചെയ്തതാണ്. ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് അല്പം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ച ചക്ക ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മൂടി വെക്കുക.
വെന്തു വന്നാൽ അതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് ഇളക്കുക. ചക്ക വറുത്തത് റെഡിയായിട്ടുണ്ട്. ഇനി അത് സെർവ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.